മൈ ഫ്രണ്ട് ചതിച്ചു. മൈ ഫ്രണ്ട് എന്നൊക്കെ പറയാം, ആരെയും വേണമെങ്കിൽ പറയാം. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ അന്റിയോട് എടുക്കുമ്പോഴാണ് പൊടി എന്ന് പറയുന്നത്. ശരിക്കും കാര്യത്തോട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മൈ ഫ്രണ്ട് ട്രംപ് ജയിക്കണമെന്ന് ഇവിടുന്ന് ആഹ്വാനം ചെയ്യുക, അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ഇന്ത്യക്കാരോട് ട്രംപിന് വോട്ട് ചെയ്യാൻ പറയുക, ട്രംപ് ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ നിൽക്കണമെന്ന് പറയുക. എല്ലാം കഴിഞ്ഞപ്പോൾ ട്രംപ് അവിടെ കഷ്ടിച്ച് പ്രസിഡന്റായി വന്നു. ഇവിടെ മോഡിജിയും വന്നു. ഫ്രണ്ട്സ് ആണല്ലോ, ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണകരമാവും എന്നാണല്ലോ നമ്മൾ സാധാരണ കണക്കാക്കുക. വളരെ ഗുണകരമായി. പാകിസ്ഥാനേക്കാൾ കൂടുതൽ തീരുവ ഇന്ത്യക്കായി. പാകിസ്ഥാന് 19%, ഇന്ത്യക്ക് ചുങ്കം 25%. അതെന്താ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എന്തോ കൂടുതൽ കിട്ടിയെന്നല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ ഈടാക്കുന്ന ചുങ്കത്തിന്റെ കണക്കാണ് ഈ പറയണേ. മറുചുങ്കം 25%, 0-ൽ നിന്ന് 25%. പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ അത് 19%. ഇന്ത്യക്ക് എത്ര വലിയ നഷ്ടമുണ്ടാകും നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം പല രാജ്യങ്ങൾക്കും ചുങ്കം വളരെ കുറവാണ്. ഒരേ ഉൽപ്പന്നം ആ രാജ്യവും ഇന്ത്യയും കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, റബ്ബർ 2 രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, ഇന്തോനേഷ്യയോ അല്ലെങ്കിൽ അതുപോലെ രാജ്യം കയറ്റുമതി, ഇന്തോനേഷ്യക്ക് 7%, ഇന്ത്യക്ക് 25%. ഇന്ത്യയുടെ റബ്ബർ എടുക്കുവോ? ചെലവാവോ? ചെലവാവില്ല. ഇപ്പൊ തന്നെ റബ്ബർ കർഷകൻ നടുവൊടിഞ്ഞ് കിടക്കുക അല്ലേ? ആ റബ്ബർ കർഷകന്റെ ജീവിതം ഇനിയും കൊഞ്ഞാട്ടിയും. മൈ ഫ്രണ്ട് ചെയ്ത സേവനം. ഇന്ത്യയിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ വലിയ വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തേക്ക് നമുക്ക് കിട്ടുമോ? കിട്ടില്ല. ഇന്ത്യ ലോക പര്യടനം നടത്തി UN-ലൊക്കെ വലിയ സ്റ്റാൻഡ് മേടിച്ചു എന്ന്. പാകിസ്ഥാനെതിരെ ലോകത്തെ ബോധ്യപ്പെടുത്തി. ഒന്നും ബോധ്യപ്പെടുത്തിയില്ല. ADB-യുടെ ലോകബാങ്കിന്റെ വായ്പ വന്നപ്പോൾ പാകിസ്ഥാന് കിട്ടി. ഇപ്പോ ട്രംപ് പാകിസ്ഥാന് ചുങ്കം കുറച്ചു കൊടുക്കുക മാത്രമല്ല, പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ? എണ്ണ ഖനനത്തിന്. എന്നിട്ട് മൈ ഫ്രണ്ടിന്റെ പുറത്ത് കിട്ടിയൊരു വർത്താനം, അവിടുന്ന് എണ്ണ മേടിച്ചോട്ടോ. പാകിസ്ഥാന്റെ അടുത്ത് പോയി എണ്ണ വാങ്ങിക്കുന്ന ഒരു ഇന്ത്യ എന്തൊരു ദേശസ്നേഹം അല്ലേ? മിണ്ടോ? മിണ്ടില്ല. റഷ്യയുടെ അടുത്ത് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ വാങ്ങും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാവശ്യം പറയുള്ളൂ. പഹൽഗാൻ ആക്രമണത്തിൽ നമ്മൾ കണ്ടതല്ലേ? ഞാനാ നിർത്തിച്ചെന്ന് പറയുന്ന ആളാണ് ട്രംപ്. അയാൾ കുറെ പ്രാവശ്യം ആവർത്തിച്ചു. ഇവിടെ കിടന്ന് ഇങ്ങനെ കിടക്കണമെന്ന് പറയുന്നല്ലാണ്ട് ട്രംപിനോട് മിണ്ടായിരിക്കടൂ, താനെന്ത് വിഡിതരായി പറയണെന്ന് പറയാൻ പറ്റിയോ ഇന്ത്യ പ്രധാനമന്ത്രിക്ക്? പറ്റില്ല. കാരണം കോർപ്പറേറ്റ് രാജ്യമാണ് ഇന്ത്യയിൽ. കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തൊരു ഇന്ത്യയാണ്. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. എവിടെയൊക്കെ മോഡി ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അദാനിക്ക് കരാർ കിട്ടും. അദാനിക്ക് വേണ്ടിയാ മോഡി പോകുന്നത്. അദാനിക്ക് ലേശം ഗുണമുണ്ടായാൽ ഇന്ത്യൻ ജനങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടായാലും മോഡിക്കല്ല ആർക്കും കുഴപ്പമില്ല. കാരണം അദാനിക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അദാനിയുടെ പേരിലുള്ള ഒരു കേസ് ഒഴിവാക്കി കൊടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കേസ് ഒഴിവാക്കി കൊടുത്തു. പിന്നെ ചുങ്കം കൂടിക്കോട്ടെന്നേ, പാകിസ്ഥാന് കൊടുത്തോട്ടെന്നേ, നമുക്കെന്താ വിരോധം? പക്ഷെ നമ്മൾ ദേശസ്നേഹം പറയും. ദേശസ്നേഹം നമ്മുടെ മുദ്രാവാക്യമാകുന്നു. പക്ഷെ മൈ ഫ്രണ്ടിന്റെ ഏത് ദേശത്തിനോടാ സ്നേഹം എന്നുള്ളത് അപ്പൊ ഒരു സംശയം. മൈ ഫ്രണ്ടിനോടാണോ, മൈ ഫ്രണ്ടിന്റെ ദേശത്തോടാണോ, അതോ ഇന്ത്യ എന്ന് പറയുന്ന ഈ ദേശത്തോടാണ്? ഇന്ത്യ എന്ന ഈ ദേശത്തോടല്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ട്രംപിനോട് 25% തീരുവ ഞങ്ങൾ തരില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാരം വേണ്ടെന്ന് പറയണ്ടേ? പറയാൻ ധൈര്യമുണ്ടോ? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളിലേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിനാശകരമാണ്. ഐക്യരാഷ്ട്രസഭയിലൊക്കെ പോയി വലിയ പ്രചരണം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ട്രംപ് ബ്രസീല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചുങ്കമുള്ള രാജ്യം ഇന്ത്യ. ചൈനയുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ ദ്രോഹപരമായി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ നമ്മൾ മൈ ഫ്രണ്ട് എന്നും അല്ലെങ്കിൽ സൗഹൃദ രാജ്യം എന്നൊക്കെ പറയരുത്. അമേരിക്കയ്ക്ക് ഒരാളോട് സൗഹൃദമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ട്രംപിന്റെ രാജ്യത്തെ കുറെ കുത്തകകൾക്കും ആളുകൾക്കും ലാഭം ഉണ്ടാവണം. അതേ നിലപാടാണ് ഇവിടെ ഉള്ളതെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് മൈ ഫ്രണ്ട് ആവുന്നത്. അല്ലാണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാനല്ല, വലിയ തോതിലുള്ള ദുരന്തമാണ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത്. ഇനി ഒരു കാര്യം കൂടി, ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമല്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാർഷിക വിഭവങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. കയറ്റുമതി ചെയ്താൽ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളുമായി നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. ചുങ്കം കുറഞ്ഞ രാജ്യങ്ങളുമായി മത്സരിക്കാൻ പറ്റില്ല.
അല്ലെങ്കിൽ തന്നെ നമ്മൾ ആസിയാൻ കരാറും ഘാട്ട് കരാറും ഒക്കെ ആയിട്ട് ഇവിടെ ബുദ്ധിമുട്ടിയിരിക്കുക. അതിന്റെ പുറത്താണ് ഈ സാധനം വരുന്നത്. അങ്ങനെ വന്നാൽ കാർഷിക മേഖല തകരും. റബ്ബർ അടക്കം നമ്മുടെ സ്പൈസസ് മേഖല കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഏലം, കുരുമുളക്, കാപ്പി മുതലായ സാധനങ്ങൾ കേരളത്തെയാണ് ബാധിക്കുക. ആ സാധനങ്ങളുടെ കയറ്റുമതി നമുക്ക് ബാധിക്കും. കർഷകരുടെ ഗതികേടാവും. മാത്രമല്ല വലിയ തോതിലുള്ള ഇറക്കുമതി ഇങ്ങോട്ട് വരും. അത് വരും, അതിന് ഡ്യൂട്ടിയില്ല. നമ്മൾ പകരം ഡ്യൂട്ടി ഒന്നും പറയില്ല. അപ്പൊ എന്ത് പറ്റും? ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുകയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി വയ്ക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ അവസ്ഥ മഹാദുരന്തമായിരിക്കും. പിന്നൊന്നുള്ളത് നമ്മുടെ വാണിജ്യം. ഇപ്പൊ തന്നെ വാണിജ്യം നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആണ്. അത് പിന്നെയും കൂടും. ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടെന്ന് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളുടെ കാര്യമാണ്. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിക്കാൻ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പഠിക്കാനൊന്നല്ല, അമേരിക്കൻ വിസ കിട്ടുക എന്നുള്ളത് വലിയൊരു ദുരന്തമായിട്ടുണ്ട്. എല്ലാവരും അമേരിക്കയിൽ പോയാൽ നന്നാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ അത് ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ ആകെ അലങ്കോലമാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ കിട്ടുമെന്നുള്ളതാണ്. രക്ഷപ്പെടുമെന്നല്ല, ഇപ്പൊ പുതിയ ട്രംപിന്റെ പോളിസി വന്നതോടുകൂടി ഒരിക്കലും വിസ കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വരും. വിസയ്ക്ക് ഇന്റർവ്യൂ ഒക്കെ വർഷങ്ങളാണ് നീണ്ടു നിൽക്കണേ എന്ന് പറഞ്ഞ് ഇപ്പൊ അപേക്ഷ കൊടുത്താൽ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. പിന്നെ അവരെന്ത് ചെയ്യാനാണ്? 2 കൊല്ലം അവരെന്ത് ചെയ്യും? അപ്പൊ ചുരുക്കത്തിൽ വിസ കിട്ടാനുള്ള ഇന്റർവ്യൂ പോലും കിട്ടാത്തൊരു സാഹചര്യം ഇന്ത്യയിലെ കുട്ടികൾക്ക് വന്നിരിക്കുന്നു, ഇന്ത്യയിലെ കർഷകർക്ക് വന്നിരിക്കുന്നു. ഇന്ത്യയുടെ വ്യവസായം അതിന്റെ ഭാഗമായി തന്നെ വലിയ തളർച്ചയുണ്ടാവും. തീർച്ചയായും ഇത് ഇന്ത്യയെ വളരെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും